ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആക്സസ് ബൈ ജിജി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ നമ്മുടെ എക്സ്പെഡിഷൻ ടു അന്റാർട്ടിക്കയുടെ പാർട്ട് 2 ആണ്. സോ ഇന്നലെ നമ്മൾ നമ്മുടെ വീഡിയോ അല്ല, നമ്മളത് കളിച്ചിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് അവിടെ പെട്ടുപോയി. ഞാൻ പിന്നെ യൂട്യൂബിൽ കുറച്ച് റീസേർച്ച് ചെയ്തപ്പോൾ അത് കുറച്ച് ഗെയിമേഴ്സ് അത് കളിക്കുന്ന കണ്ടിട്ട് ഞാനത് പഠിച്ചെടുത്തു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അറിയാതെ അവിടെ നിന്ന് റീസെറ്റും കൂടെ ചെയ്തു. സോ നമ്മൾ ആദ്യം ക്യാബ് 1 നമ്മളിനി അവിടം വരെ എത്തി, പിന്നെ 2 എത്തിയണം. ഞാൻ പിന്നെ കുറേയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഉള്ളപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇത് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ടാവുകയാണെങ്കിൽ ഞാൻ കരയുടെ സീരിയസ്ലി ഇന്നലെ കഷ്ടപ്പെട്ടാണ് എങ്ങനെയൊക്കെയാണ് അത് എടുത്തത്. സൗണ്ട് എൻ്റെ സൗണ്ടും കൂടെ നിങ്ങൾ കേൾക്കണം. പ്ലേ ഇവിടെ കണ്ടിന്യൂ എക്സ്പെഡിഷൻ ഇന്ത്യയുടെ അത് യെസ് ഓക്കെ. നമ്മൾ യെസ് ഓക്കെ. നമുക്ക് $100 കോയിൻ എന്താ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ വേണം നമ്മൾ ക്യാമ്പ് 1 ഇനി അവിടെ വരെ പോകണം. സോ അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് ഇടണം. ഹെൽമെറ്റ്, ബാക്ക് പാക്ക്, ഓക്കെ. ആ റെഡ് തന്നിട്ട് ഷൂസ് ഇടാൻ പറ്റില്ല, അത് ഇട്ട്. ഓ, നമുക്ക് ബ്ലൂ ഇടാം. ഓക്കെ, നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഓ, ഇവിടെ ഇരിക്കുകയാണ്. എടീ, ഇന്നെങ്കിൽ നമുക്ക് ഈ എക്സ്പെഡിഷൻ തീർക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ക്യാമ്പ് 3 വരെ ഞാൻ ബോട്ടിൽ ഫില്ല് ചെയ്തു. ഓക്കെ, ബോട്ടിൽ ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ഏത് വഴിയായിരുന്നു പോകേണ്ടത്? ആയിത്താത്തേ ആ വഴിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ലെറ്റ്സ് ഗോ. ഓ, ഇവിടെ ഓരോ എക്സ്പെഡിഷൻ്റെ പേരൊക്കെ എഴുതി. ഓക്കെ, ഈ ലാഡറാണ് നമ്മൾ കയറേണ്ടത്. ഓക്കെ, ഇവിടെ അടിയിലൊരു ചെറിയ കുഴിയാണ്. ഓക്കെ, നമ്മളത് കയറി ഗൈസ്. എനിക്ക് ഈ റായും റീയും നമ്മൾ ഇതെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് അയ്യോ ഞാൻ ഇത് ഭയങ്കര പാടാണ്. അതാണ് കിട്ടാത്തത്. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, ഇത് എന്നെങ്കിലും നമുക്ക് ആക്ച്വലി ഇതിൽ 4 ബേസ് ക്യാമ്പ് അല്ല, 4 ബേസ് ക്യാമ്പിനാണ്. അത് ആ എക്സ്പ്ലോറേഴ്സ് കേവാണ് നമ്മൾ അന്ന് വിസിറ്റ് ചെയ്തത്. ഓർമ്മയുണ്ടോ? നമ്മളൊരു ഏതൊക്കെയൊരു വഴി കൂടെ പോയത്. അത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എനിക്ക് അറിഞ്ഞൂടെ അത്. അയ്യോ, ഞാൻ അറിയാതെ വീണു. ഇതാണ് ഗൈസ് അശ്രദ്ധ. ഇത് കയറാൻ പറ്റുമോ തിരിച്ച്? ഓ മൈ ഗോഷ്, കയറി യെസ്. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട് തിരിച്ച്. വീഴ്ചയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും വീഴ്ച വീഴാനല്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഹയസ്റ്റ് പോയിന്റ് ഇൻ ട്രാൻസാൻഡർ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായത്. അത് വായിക്കുന്നതായിരുന്നില്ല. എപ്പോഴാണോ എന്താ ഈ മൗണ്ട് എവറസ്റ്റിന് മുകളിലെത്തുക? എൻ്റെ വാട്ടർ ലെവൽ കുറഞ്ഞു. അയ്യോ ഐസ്. ഞാൻ ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ എനർജി ബാർ എടുക്കാൻ മറന്നുപോയി. എനർജി ബാർ വേണം നമുക്ക് നമ്മുടെ എനർജി കൂട്ടാൻ. ഞാൻ എടുത്തില്ല, മറന്നുപോയി. അത് ഓക്കെ. ഇനിയിപ്പോൾ ബേസ് ക്യാമ്പ് 2 എത്തുമ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യണം. പിന്നെ ഈ എനർജി ബാർ നോക്കിയാൽ ഇവിടെ വേറെ എടുത്തിട്ടുണ്ട്, ഫ്രാൻസ് എന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണോ? ഇതൊന്നല്ല. ഓക്കെ, ഈ വഴിയാണ്. എടീ, ആ കമ്പ എവിടെ പോയി? ഇപ്പം എനിക്ക് ഫുള്ള് ട്രാജഡി. ഓ, അതാ ഇവിടെ. ഓക്കെ. അയ്യോ, എൻ്റെ ഹെൽത്ത് ഒന്ന് ഇത്തിരി പോയിട്ടാ.
നിങ്ങൾ ആ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക ഹെൽത്തും ഇത്തിരി കുറഞ്ഞു. ഓ ഇതൊക്കെ ഭയങ്കര റിസ്ക് പരിപാടിയാണ്. ഓക്കെ ഇതാണ് നമ്മുടെ എക്സ്പ്ലോറേഴ്സ് ഗെയിം. ഇതിൽ നമ്മൾ പോയതുകൊണ്ടൊന്നും പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്ന് ഈ ഒരു കുഴിയിലോട്ട് ചാടി, ഈ വഴി ഞാൻ കണ്ടില്ല. ഓക്കെ ഗൈസ്, ഇതൊക്കെ പിന്നെ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ചെയ്തതല്ലേ, പിന്നെ കുഴപ്പമില്ല. ഇതെന്താ ഇത് അന്നുണ്ടായിരുന്നു ഈ തൂക്കിയിട്ട ലാഡർ. ഇതാ ഗൈസ് ഒരു ഡെഡ് ബോഡി അല്ലേ ഈ താഴെ കിടക്കണം. ആരൊക്കെയോ ചത്തു. ഞാൻ പറഞ്ഞില്ലേ ഈ മൗണ്ട് എവറസ്റ്റിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ആ മൗണ്ട് എവറസ്റ്റിൽ കുറേ ഡെഡ് ബോഡീസ് ഈ മാപ്പായിട്ട് വയ്ക്കുന്ന പറഞ്ഞില്ല, അതാണ്. ഇവിടെയാണ് നമ്മൾ താഴോട്ട് പോകുമ്പോഴാണ് മറ്റേ സാധനടി എന്താ പറയാം ബൈക്ക് ഓടിക്കണം. അത് ഞാൻ ഇപ്പം എന്താ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അന്ന് രാത്രിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. കാണിച്ചു തരാൻ എന്താ ചെയ്യേണ്ടത്. അവിടെ ശരിക്കൊരു പാത്ത് ഉണ്ട് അവിടെ. ഞാൻ പക്ഷെ ആ പാത്തിൽ കൂടെ അല്ല പോയി, അതാണ് പറ്റിയത്. ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം. നമുക്ക് സ്പോൺ വെഹിക്കിൾ കൊടുക്കുക. സ്പോൺ. അപ്പം ഇതിൽ ഇവിടെ എവിടെയോ എന്തൊരു വഴി പോലെ ഇതാണ്ട് ഈ കമ്പികൾ വെക്കണ ഇതാണ് വഴി. ഈ കമ്പി രണ്ടെണ്ണം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാത്രം താഴ്ന്ന സ്ഥലവും ഞാൻ വീഡിയോ ഓക്കെ അതാ കണ്ട ഇതാണ് ഈ റെയിൽ പോലത്തെ സാധനത്തിൽ കൂടെ ഇങ്ങനെ ഒരു 5 വട്ടം 5 എന്തൊരു 3 വട്ടം അതാ അടുത്ത്. ഓ ഇതെന്താണ് ഗൈസ് വണ്ടി പോണില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും. ബട്ടൺസ് ഒന്നങ്ങടായ തീരും. ഇതാണ് ആ റോഡ്. പോണില്ല ഇവിടെ എന്തോ ഒരു വെള്ളം ഓക്കെ ഇതാണ്ട് ഞാൻ ഇതാണ് പറഞ്ഞത്. ഈ സാധനത്ത് നമ്മൾ വെള്ളത്തിൽ ചാടണം. ഈ വള്ളി ഫോക്കസ് ചെയ്ത് പോകണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അങ്ങനെ എപ്പോഴാണ് ഇവിടെ ഈ വെള്ളമൊക്കെ ഭയങ്കര തണുപ്പല്ലേ. ഓക്കെ 6 years ഉണ്ട്. ഒക്കെ നമുക്ക് നേരെ ചാടാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബബിൾ കൗണ്ട്. നമ്മൾ ഈ ഒരു സ്ട്രിങ് ഫോളോ ചെയ്താണ് പോകേണ്ടതെന്നാണ്
എൻ്റെ ഒരു നിഗം. അപ്പം ഈ വഴിയാണ് പോകേണ്ടത്. ഈ മുകളിലിരിക്കണതാണ് നമ്മുടെ മറ്റേ ബബിൾസിൻ്റെ ഈ മൈൻഡ് ക്രാഫ്റ്റിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ വെള്ളത്തിൽ ചാടുമ്പോൾ ഒരു ബബിള് അതൊക്കെ. പക്ഷെ അത് പെട്ടെന്ന് പോയി. ഇതെത്ര പെട്ടെന്ന് പോയില്ല. ഇത് കുറച്ച് കൂടുതലാണ് പോകേണ്ടത്. നമുക്ക് ഇന്നെങ്കിൽ എക്സ്പ്രഷൻ തീർക്കണം. പക്ഷെ വീഡിയോ ഇവിടെ ഷാർക്സ് ഒക്കെ ഉണ്ട്. ഈ വീഡിയോ പക്ഷെ ഭയങ്കര ലെങ്തി അവിടെ. അതാണ് തന്നെ ഓരോ വീഡിയോക്ക് 25 മിനിറ്റ് വെച്ചിട്ട് ഇടാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ഇപ്പം തന്നെ ഒരു 2 പമ്പ് പോയി ഗൈസ്. നമ്മൾ എത്തുമെന്ന് മുകളിലോട്ട് ഇതെന്ത് താഴോട്ട് എടേ ഹെൽത്ത് എല്ലാം എത്താറായോടെ. എൻ്റെ ബബിൾസ് എല്ലാം കുറയുന്നു. ഓക്കെ, നമ്മൾ എത്തി ഗൈസ്. ഓക്കെ, നമ്മൾ ആഫ്റ്റർ എ ലോങ് ട്രാവൽ നമ്മൾ എത്തി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഏത് വഴിയാണ്? ഈ വഴിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഈ കമ്പ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലാണ്. ഓ ഗൈസ്, നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് ബേസ് ക്യാമ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബേസ് ക്യാമ്പ് 2 എത്തിയെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ വീഡിയോ